നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിഗ്രി പ്രിലിമിനറിയുടെ സിലബസ്, അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, അതുപോലെ SI മുതലായ പോസ്റ്റുകളിലേക്ക് നടത്തുന്ന ഡിഗ്രി പ്രിലിമിനറിയുടെ സിലബസ് നോക്കി. അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ 2021 കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിമിനറി നടത്തിയത്. എന്നുവെച്ചാൽ ഫസ്റ്റ് പ്രിലിമിനറി. അന്ന് ഇതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റും എക്സൈസ് ഇൻസ്പെക്ടറും SI എല്ലാത്തിനോട് ഒറ്റ പരീക്ഷയായിരുന്നു. അതിൻ്റെ ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യനാണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിലും ഉണ്ട്, മലയാളത്തിലും ഉണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ പറയുന്നത് മലയാളത്തിലാണ്, ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യനും ഉണ്ട്. അപ്പോൾ അവരുടെ ഇഷ്ടം അനുസരിച്ച് നോക്കാം. മലയാളത്തിലുള്ളത് ഇംഗ്ലീഷിലെ കറക്റ്റ് ട്രാൻസ്ലേഷൻ അല്ല ചില ക്വസ്റ്റ്യനുകളൊക്കെ മലയാളത്തിൽ വരുമ്പോൾ. പ്രത്യേകിച്ച് IT ഒക്കെ ആണെങ്കിൽ രണ്ടും കൂടെ നോക്കി പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന? സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനാണ് കൂടുതലുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. പാശ്ചാത്യരുടെ സ്വാധീനത്തിൽ മധ്യവർഗമാണ് ഇത് ആരംഭിക്കുകയും നയിക്കുകയും ചെയ്തത്. അവർക്ക് പരമ്പരാഗത സ്ഥാപനങ്ങൾ, വിശ്വാസങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ എന്നിവയോട് വിമർശനാത്മക മനോഭാവം ഉണ്ടായിരുന്നു. അവർ ജാതി വ്യവസ്ഥയെ അപൂർവമായി വിമർശിച്ചു. ഏതാണ് കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത്? ഏതാണ്? ഒന്നാമത്തെ ശരിയല്ലേ? ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ജാതി വ്യവസ്ഥയെ അപൂർവമായി വിമർശിച്ചു, അങ്ങനല്ല, അത് തെറ്റാണ്. ജാതി വ്യവസ്ഥയെ അവർ വിമർശിച്ചു, അതാണ് ശരി. ഇനി അപ്പം നമ്മൾ കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് എൻ്റെ ആൻസർ വരുന്നത്? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ A 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? സമത്വ സമാജം എന്ന നിലയിൽ വന്നത് 1836 സമത്വ സമാജം നിലയിൽ വന്നത്. ഇനി അതുപോലെ തന്നെ വേല ചെയ്താൽ കൂലി കിട്ടണം അങ്ങനെ പറഞ്ഞത് ആരാണ്? വൈകുണ്ഠസ്വാമിയാണ് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞത്. മനസ്സാണ് ദൈവം എന്ന് പറഞ്ഞതോ? ബ്രഹ്മാനന്ദ ശിവയോഗി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അഭിനവ ഭാരത യുവക് സംഘം സ്ഥാപിച്ചത് ആരാണ്? അഭിനവ ഭാരത യുവക് സംഘം സ്ഥാപിച്ചത് ആരാണ്? AV കുഞ്ഞമ്പുവാണ് കേട്ടോ. ഭഗത് സിംഗ് സ്ഥാപിച്ച നവജവാൻ ഭാരത് സഭയുടെ മാതൃകയിൽ ഒരു വിപ്ലവ സംഘടന ആയിരുന്നു ഏതെന്ന് പറയുന്നത്? അഭിനവ ഭാരത യുവക് സംഘം എന്ന് പറയുന്നത് സ്ഥാപിച്ചത് AV കുഞ്ഞമ്പു ആണ്. ഇനി AV കുഞ്ഞമ്പുവിനെ പറ്റിയിട്ട് ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ, കരിവള്ളൂർ സമരം കേട്ടിട്ടില്ലേ? കരിവള്ളൂർ സമരത്തിൻ്റെ സമര നായകനായിരുന്നു AV കുഞ്ഞമ്പു എന്ന് പറയുന്നത്. അപ്പോൾ കരിവള്ളൂർ സമര നായിക ആരാണ്? K. ദേവയാനി ആയിരുന്നു കരിവള്ളൂർ സമര നായിക. ഓക്കെ, ഇനി P. കൃഷ്ണ, ഓപ്ഷനിലൂടെ പറഞ്ഞു പോകാം കേട്ടോ. P. കൃഷ്ണപിള്ള എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി പറയുകയാണെങ്കിൽ, ലാൽ സലാം സഖാക്കളെ മുന്നോട്ട് എന്ന മുദ്രാവാക്യം, ലാൽ സലാം സഖാക്കളെ മുന്നോട്ട് എന്നുള്ള മുദ്രാവാക്യം കൊണ്ടുവന്നത് P. കൃഷ്ണപിള്ളയാണ് കേട്ടോ. P. കൃഷ്ണപിള്ളയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1930കളിൽ സ്ത്രീകൾ കൂടുതലായി പങ്കെടുത്ത കേരളത്തിലെ രാഷ്ട്രീയ സംഭവങ്ങളുടെ പട്ടിക താഴെ കൊടുക്കുന്നു. അവയിൽ ശരിയായ പൊരുത്തം തിരഞ്ഞെടുക്കുക. ഫസ്റ്റ് വൺ, ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം, അതിനകത്ത് TC കൊച്ചുകുട്ടിയമ്മ. സെക്കൻഡ് വൺ, ചാലപ്പുറം ഗവൺമെൻറ് സ്കൂളിലെ വിദ്യാർത്ഥിനികളുടെ സമരം, ജയലക്ഷ്മി. തേർഡ് വൺ, ക്ഷേത്രപ്രവേശന പരിപാടി, PM കമലാവതി. ഏതാണ് ശരിയായിട്ടുള്ളത്? ഇത് മൂന്നും ശരിയായിട്ടുള്ളത് കേട്ടോ. ഇത് മൂന്നും ശരിയായിട്ടുള്ളതാണ്. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഇനി കേരളത്തിലെ പ്രധാന സ്ത്രീകൾ പങ്കെടുത്ത സമരങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതാണെന്ന് നോക്കാം. അതായത് നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കുക, അതിനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തികളായിരുന്നു ആര്യ പള്ളവും പാർവതി നെന്മേനി മംഗലവും കേട്ടോ. ഇനി തോൽവിറക് സമരം കേട്ടിട്ടുണ്ടോ? അത് നയിച്ച ആരാണ്? കാർത്യായനി അമ്മയായിരുന്നു തോൽവിറക് സമരം.
അതുപോലെ തന്നെ പാലിയം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചത് ആര്യാപ്പള്ളമായിരുന്നു. പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട വനിത ആരാന്ന് ചോദിച്ചാൽ ആര്യാപ്പള്ളം. അതുപോലെ കാതുമുറി പ്രസ്ഥാനം അതും ആര്യാപ്പള്ളവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ബംഗാൾ പ്രവിശ്യ വിഭജിക്കുന്നതിനുള്ള ഉത്തരവ് കഴ്സൺ പ്രഭു പുറപ്പെടുവിച്ചു. ശരിയാണല്ലോ. ഇത് ദേശീയതയുടെ വർദ്ധിച്ചു വരുന്ന വേലിയേറ്റം തടയാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു. അതും ശരിയാണ്. മതപരമായ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കാരെ വിഭജിക്കാനുള്ള ശ്രമമായി അതിനെ ഇന്ത്യൻ ദേശീയവാദികൾ കണ്ടില്ല. ഇത് ശരിയാണോ? അല്ല. ബംഗാൾ വിഭജനം ശരിക്കും പറഞ്ഞാൽ ഹിന്ദു മുസ്ലിങ്ങളെ വേർതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് അവർ കണ്ടത്. അപ്പം ആൻസർ ഏതാ? 1ഉം 2ഉം ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്മേൽ പതിപ്പിച്ച ബോംബ് എന്ന് വിശേഷിപ്പിച്ചതാണ് സുരേന്ദ്രനാഥ ബാനർജി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1975 അടിയന്തരാവസ്ഥ പുറപ്പെടുവിച്ചതിനെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഫസ്റ്റ് വൺ, ഭരണഘടനയുടെ 352 വകുപ്പ് പ്രകാരമാണ് ഇത് ചുമത്തിയത്. ശരിയാണല്ലോ. ദേശീയ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് 352 ശരിയാണ്. അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനം ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളും ഫെഡറൽ വ്യവസ്ഥകളും പൗരാവകാശങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചു. അതും ശരിയാണ്. ഉത്തരവുകളുടെയും നിയമങ്ങളുടെയും ഭരണഘടനാ ഭേദഗതികളുടെയും പരമ്പരകൾ എക്സിക്യൂട്ടീവിൻ്റെ പ്രവർത്തനം പരിശോധിക്കാനുള്ള ജുഡീഷ്യറിയുടെ അധികാരം കുറച്ചു. അതും ശരിയാണ്. അപ്പോൾ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. 1ഉം ശരിയാണ്, 2ഉം ശരിയാണ്, 3ഉം ശരിയാണ്. ഓപ്ഷൻ ഡി. ഇനിയിപ്പം ഇന്ത്യയിൽ തന്നെ ഭരണഘടന 352 എന്ന് പറഞ്ഞില്ലേ, എത്ര രീതിയിലുള്ള അടിയന്തരാവസ്ഥയാണുള്ളത്? 3 അടിയന്തരാവസ്ഥയാണുള്ളത് അല്ലേ? ഏതൊക്കെയാണ്? ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഇതിൽ ദേശീയ അടിയന്തരാവസ്ഥ 352, സംസ്ഥാന അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് 356. ഇനി മൂന്നാമത് വരുന്നതാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ. അത് മാത്രം ഇന്ത്യയിൽ ഇതുവരെ നിലവിൽ വന്നിട്ടില്ല. അത് 360 സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഇനി എത്ര തവണ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചെന്ന് ചോദിച്ചാൽ 3 തവണയാണ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ നിലവിൽ വന്നത്. 3 തവണയാണ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ വന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് 1962 ഒക്ടോബർ 26 എന്നാണ്. 1962 ഒക്ടോബർ 26 ഒന്നാമത്തെ അടിയന്തരാവസ്ഥ വന്നത്. അത് പ്രഖ്യാപിച്ചതെന്ന് പറഞ്ഞാൽ അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണനായിരുന്നു. ആ സമയത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ 1962 ഇന്ത്യ ചൈന യുദ്ധമായിരുന്നു കേട്ടോ. ഇനി അത് പിൻവലിച്ച എന്നാന്ന് ചോദിച്ചാൽ 1968 ജനുവരി 10 അന്നത്തെ പ്രസിഡൻ്റായിരുന്ന സക്കീർ ഹുസൈൻ ആയിരുന്നു ആദ്യത്തെ അടിയന്തരാവസ്ഥ പിൻവലിച്ചത്. എന്ന് മുതൽ എന്ന് വരെയാണ്? 1962 ഒക്ടോബർ 26 മുതൽ 1968 ജനുവരി 10 വരെ. ഈ രണ്ടാമത്തെ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് 1971 ഡിസംബർ 3 വന്നു. 1971 ഡിസംബർ 3 അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ആരാണ്? വി ഗിരിയാണ് രണ്ടാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഈ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. എന്താണ് ഈ 1971 അടിയന്തരാവസ്ഥയുടെ കാരണം എന്ന് ചോദിച്ചാൽ ഇന്ത്യയും പാകിസ്ഥാനും, ഇന്ത്യ പാക് യുദ്ധം, 1971 ഇന്ത്യ പാക് യുദ്ധമാണ് രണ്ടാമത്തെ അടിയന്തരാവസ്ഥ നിലവിൽ വരാൻ കാരണം. ഈ രണ്ടാമത്തെ അടിയന്തരാവസ്ഥ നിലനിൽക്കെ തന്നെ മൂന്നാമത്തെ അടിയന്തരാവസ്ഥ 1975 ജൂൺ 25 അന്നത്തെ പ്രധാനമന്ത്രിയല്ല അന്നത്തെ പ്രസിഡൻ്റായ ഫക്രുദ്ദീൻ അലി അഹമ്മദ് പ്രഖ്യാപിച്ചു. 1975 ജൂൺ 25 അപ്പോഴും ആരാണ് പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി ആയിരുന്നു.
ഇനി ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ആഭ്യന്തര കലഹമായിരുന്നു ഇതിൻ്റെ കാരണം. ഈ രണ്ടാമത്തെ അടിയന്തരാവസ്ഥയും മൂന്നാമത്തെ അടിയന്തരാവസ്ഥയും കൂടെ പിൻവലിച്ചത് BD ജെട്ടി എന്ന് പറയുന്ന പ്രസിഡന്റ്, അന്നത്തെ പ്രസിഡന്റ്. എന്നത്തെയാ 1977 മാർച്ച് 21 പിൻവലിച്ചു. 3ഉം 2ഉം പിൻവലിച്ചത് 1977 മാർച്ച് 21. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദഹ്സല എന്ന ഭൂമി റവന്യൂ സംവിധാനം സ്ഥാപിച്ചത് ആര്? ദഹ്സല എന്ന് പറയുന്ന സംവിധാനം സ്ഥാപിച്ചത് അക്ബറാണ് കേട്ടോ. അക്ബറാണ് ദഹ്സല സ്ഥാപിച്ചത്. എന്നാ സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ AD 1580. AD 1580 ദഹ്സല സ്ഥാപിച്ചത് അക്ബറായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന കൂട്ടുകെട്ടുകളിൽ ഏതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലമായി ശരിയായി പ്രതിനിധീകരിക്കുന്നത്? ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലങ്ങളിൽ ശരിയായി പ്രതിനിധീകരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ C ആണ് കേട്ടോ. എന്താണ് ആൻസർ? ഹബ്സ്ബർഗ് സാമ്രാജ്യത്തിൻ്റെ തകർച്ച, റഷ്യൻ വിപ്ലവം, ലീഗ് ഓഫ് നേഷൻ. ഇതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടായ കാര്യങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. സ്റ്റേറ്റ്മെന്റ് 1. ദേശീയ പരമാധികാരം എന്ന അവകാശവാദമായാണ് ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയത്. സെക്കൻഡ് 1. സ്വയം പ്രതിരോധമല്ലാതെ ഫ്രാൻസിന് ഒരിക്കലും യുദ്ധം ജയിക്കാനാവില്ലെന്ന് 1790 ദേശീയ അസംബ്ലി അവകാശപ്പെട്ടു. ഇത് ഏതാണ് ശരിയായിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഇത് രണ്ടും ശരിയാണ്. രണ്ട് പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ A. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വേച്ഛാധിപത്യത്തിന് അനുകൂലമായി പാർലമെന്ററി ജനാധിപത്യം ഉപേക്ഷിക്കുക എന്ന ആശയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് വിപ്ലവമായിട്ട്? അമേരിക്കൻ വിപ്ലവമാണോ, റഷ്യൻ വിപ്ലവമാണോ, ഫ്രഞ്ച് വിപ്ലവമാണോ? ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? റഷ്യൻ വിപ്ലവമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റുവിൻ്റെ വികസന തന്ത്രത്തിൻ്റെ 3 തൂണുകൾ ഏതൊക്കെയായിരുന്നു? അതിവേഗ വ്യവസായം, കാർഷിക വളർച്ചയുടെ ആസൂത്രണം, തന്ത്രപരമായ വ്യവസായങ്ങൾക്കായി ഒരു പൊതുമേഖല, ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇതായിരുന്നു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റുവിൻ്റെ വികസന തന്ത്രത്തിൻ്റെ തൂണുകൾ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി ആരാണെന്ന് ചോദിച്ചാലും ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ആപേക്ഷിക ഈർപ്പത്തെക്കുറിച്ച് ശരിയായിട്ടുള്ളത്? അന്തരീക്ഷത്തിൽ എത്രമാത്രം നീരാവി ഉണ്ടെന്നത് ആകെ ഉണ്ടായേക്കാവുന്നതിൻ്റെ നിശ്ചിത ശതമാനമാണ്. നെക്സ്റ്റ് 1. കുറഞ്ഞ ആപേക്ഷിക ഈർപ്പം താരതമ്യേന വരണ്ട അന്തരീക്ഷ അവസ്ഥയെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഉയർന്ന ആപേക്ഷിക ഈർപ്പം താരതമ്യേന ഈർപ്പമുള്ള അന്തരീക്ഷത്തെ സൂചിപ്പിക്കുന്നു. നെക്സ്റ്റ് 1. ആപേക്ഷിക ഈർപ്പം കൂടുതലുള്ളപ്പോൾ താരതമ്യേന വളരെ കുറച്ച് ജലം മാത്രമേ ത്വക്കിൽ നിന്നും ബാഷ്പീകരിക്കപ്പെടുന്നുള്ളൂ. കാരണം ചുറ്റുമുള്ള അന്തരീക്ഷം താരതമ്യേന ഈർപ്പമുള്ളതും അത് ചർമ്മത്തിൻ്റെ ഉപരിതലത്തിൽ കൂടുതൽ ചൂട് ഉണ്ടാക്കുന്നതും ആണ്. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? ഇതെല്ലാം ശരിയാണ്. മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
താഴെ പറയുന്നവയിൽ ഏതാണ് പെരിയാർ നദിയുടെ പോഷക നദികൾ? പെരിയാറിൻ്റെ പോഷക നദികൾ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. മംഗലംപുഴ, ഇടമലയാർ, ഗായത്രിപ്പുഴ. ഗായത്രിപ്പുഴയാണോ? അല്ല, മംഗലംപുഴയും ഇടമലയാറും. അപ്പോൾ ഏതാണ് ഓപ്ഷൻ 1ഉം 2ഉം വരുന്നത്? ഓപ്ഷൻ എ ആണ്. ഇനി പെരിയാറിൻ്റെ മറ്റു പോഷക നദികൾ ഏതൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന ഫസ്റ്റ് പോഷക നദി എന്ന് പറയുന്നത് മുല്ലയാർ അല്ലേ? മുല്ലപ്പെരിയാർ എന്നല്ലേ നമ്മൾ പറയുന്നത്? മുല്ലയാറും പെരിയാറും കൂടെ ചേർന്നിടത്തല്ലേ മുല്ലപ്പെരിയാർ. മുല്ലയാർ, മുതിരപ്പുഴ, കട്ടപ്പനയാറ്, ചെറുതോണിയാറ്, പെരുന്തുറയാറ്, ഇടമലയാറ്. ഇതൊക്കെയാണ് പെരിയാറിൻ്റെ പ്രധാന പോഷക നദികൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1ഉം 2ഉം ലിസ്റ്റുകളിലെ പേരുകൾ ചേരുംപടി ചേർത്ത് കൊടുത്തിരിക്കുന്ന കോഡ് ഉപയോഗിച്ച് ഉത്തരം കണ്ടെത്തുക. പഞ്ചാബ് ഹിമാലയം, കുമോൺ ഹിമാലയം, നേപ്പാൾ ഹിമാലയം, ആസാം ഹിമാലയം. ഇതെന്ന് പറഞ്ഞാൽ നദികൾക്കിടയിലൂടെയുള്ള ഹിമാലയത്തിൻ്റെ ഡിവിഷനാണ്. എവിടം മുതൽ എവിടം വരെയാണെന്നുള്ളത് കേട്ടോ. സിന്ധു മുതൽ സത്ലജ് വരെ, സത്ലജ് മുതൽ കാളി വരെയും, കാളി മുതൽ ടിസ്റ്റ വരെയും, ടിസ്റ്റ ടു ബ്രഹ്മപുത്ര, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ അതിനെയാണ് നമ്മളിത് ചേരുംപടി ചേർക്കേണ്ടത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പഞ്ചാബ് ഹിമാലയം. പഞ്ചാബ് ഹിമാലയം എന്ന് പറയുന്നത് ഏതാണ്? സിന്ധു മുതൽ സത്ലജ് വരെ. ഫസ്റ്റ് വൺ കേട്ടോ, സിന്ധു മുതൽ സത്ലജ് വരെയാണ് പഞ്ചാബ് ഹിമാലയം എന്ന് പറയുന്നത്. അടുത്തത് കുമോൺ ഹിമാലയം എന്ന് പറയുന്നത് ഏതാണ്? സത്ലജ് മുതൽ കാളി വരെ. ഇവിടെ സത്ലജ് വേണേൽ സത്ലജ് മുതൽ കാളി വരെ. അടുത്തത് നേപ്പാൾ ഹിമാലയം എന്ന് പറയുന്നത് കാളി മുതൽ ടിസ്റ്റ വരെ. കാളി മുതൽ ടിസ്റ്റ വരെ. അടുത്തത് ആസാം ഹിമാലയം എന്ന് പറയുന്നത് ടിസ്റ്റ മുതൽ ബ്രഹ്മപുത്ര വരെ. അപ്പോൾ ഇങ്ങനെ 2, 1, 4, 3 അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, കാറ്റിൻ്റെ ദിശയെയും ഗതിയെയും ബാധിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? മർദ്ദവ്യത്യാസങ്ങൾ, കൊറിയോലിസ് ഇഫക്റ്റ്, ഘർഷണം. ഇതെല്ലാം കാറ്റിൻ്റെ ദിശയെയും ഗതിയെയും ബാധിക്കുന്ന ഘടകങ്ങളല്ലേ? അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ 1ഉം 2ഉം 3ഉം വരുന്ന അത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. തീവ്രമായ ഭൂകമ്പ പ്രവർത്തനം ലിത്തോസ്ഫെറിക് പ്ലേറ്റ് അതിരുകളിൽ സംഭവിക്കുന്നു. ഒത്തുചേരുന്ന ലിത്തോസ്ഫെറിക് പ്ലേറ്റ് അതിരുകളുടെ സമുദ്രഫലകങ്ങൾ സബ്ഡക്ഷന് വിധേയമാകുന്നു. ഇതിൽ മേൽപ്പറഞ്ഞവയിൽ ശരി അല്ലെങ്കിൽ ശരിയായവ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് രണ്ടും ശരിയല്ലേ? അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് ആക്ട്, അതായത് 2003 ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ, ധനക്കമ്മി GDPയുടെ 5% കുറയ്ക്കണം. ധനക്കമ്മി GDPയുടെ 5% കുറയ്ക്കണം. സെക്കൻഡ് വൺ, റവന്യൂ കമ്മി പൂർണ്ണമായി ഇല്ലാതാക്കണം. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യത വേണം. ഇത് ആൻസർ എന്ന് പറയുന്നത് 1 തെറ്റാണ്, 2, 3 ശരിയായിട്ടുള്ളത്. 2, 3 ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന ഡേറ്റയിൽ നിന്ന് ഫാക്ടർ വിലയ്ക്ക് NNB കണക്കാക്കുക കേട്ടോ. അത് എന്ന് പറഞ്ഞാൽ NNBയുടെ വിപണി വില 5000 കോടി, പരോക്ഷ നികുതി 400 കോടി, സബ്സിഡി 200 കോടി. ഇത് കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ പരോക്ഷ നികുതി എന്ന് പറഞ്ഞിട്ട് തന്നിട്ടില്ലേ, 400-ൽ നിന്ന് ആദ്യം നമ്മൾ 200 കുറയ്ക്കണം, അപ്പോൾ 200 കിട്ടും. ഈ വിപണി വിലയിൽ നിന്ന് ആ 200 കുറയ്ക്കണം, അപ്പോഴത്തേക്ക് എത്ര കിട്ടും? 4800 കിട്ടും. അതാണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. ക്വസ്റ്റ്യൻ ടഫായിട്ട് തോന്നുന്നുണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്രെഡിറ്റ് നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്ന
ഉപകരണങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? ബാങ്ക് നിരക്ക്, വേരിയബിൾ റിസർവ് ആവശ്യങ്ങൾ അതായത് CRRഉം SLRഉം, തുറന്ന വിപണി പദ്ധതികൾ. ഇത് ഏതൊക്കെയാണ് ക്രെഡിറ്റ് നിയന്ത്രിക്കാൻ വേണ്ടി റിസർവ് ബാങ്ക് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതെല്ലാം ഉപയോഗിക്കാറുണ്ട് കേട്ടോ, എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് ഓപ്ഷൻ എ. നെക്സ്റ്റ്, ഇന്ത്യയുടെ ചില പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. അവയുടെ ആരോഹണക്രമം കാലക്രമ പട്ടിക ഏതാണെന്ന്. അതായത് കുറേ 1, 2, 3 എന്നൊന്നും പറഞ്ഞിട്ടില്ല, കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് പഞ്ചവത്സര പദ്ധതിയിൽ ഏതാ, സെക്കൻഡിൽ ഏതാ, അങ്ങനെ ഓരോന്ന് നോക്കിയിട്ട് തന്നേക്കുന്നത്. ചിലപ്പോൾ ഇടയ്ക്കുള്ളതും മിസ്സായിട്ടുണ്ടായിരിക്കും, 3 4 ഒക്കെ തന്നേക്കുന്നത്. അപ്പം ഈ തന്നേക്കുന്നതിനെ നമ്മൾ ഓർഡറിൽ എഴുതണം. ഫസ്റ്റ് വൺ, സമഗ്ര വളർച്ച, ദ്രുതഗതിയിലെ വ്യവസായവൽക്കരണം, കാർഷിക വികസനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അപ്പം നമുക്കറിയാം ആദ്യം ഫസ്റ്റ് പഞ്ചവത്സര പദ്ധതിയിലെ കാര്യം എന്ന് പറയുന്നത് ഏതായിരുന്നു? കാർഷിക വികസനം. അപ്പം എന്തായാലും ഒന്നാമത് വരുന്നത് അതായിരിക്കും, കാർഷിക വികസനം. ഇനി 2 ഏതാണ്? ദ്രുതഗതിയിലെ വ്യവസായവൽക്കരണം. അപ്പം അത് 2ഉം കിട്ടി. ഇനി മൂന്നാമത് ഉള്ള ഏതാണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ലാസ്റ്റ് വരുന്ന അപ്പം ഏതായിരിക്കും? സമഗ്ര വികസനം. അങ്ങനെയുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ. നെക്സ്റ്റ്, 2020 സാമ്പത്തിക ശാസ്ത്രത്തിലെ നോബൽ പുരസ്കാരത്തിന് പോൾ ആർ മിൽഗ്രാമും റോബർട്ട് ബി വിൽസണും അർഹരായത് അവരുടെ ഏത് സംഭാവനയ്ക്ക് ആണ്? ഇത് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്, 2020 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. അതിന് മുമ്പ് നമുക്ക് പഞ്ചവത്സര പദ്ധതിയുടെ കാര്യങ്ങൾ നോക്കണമെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. പഞ്ചവത്സര പദ്ധതികൾ. ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് കാർഷിക മേഖലയുടെ സമഗ്ര വളർച്ചയ്ക്കുള്ള പദ്ധതിയായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഇത് 1951, 56 കാലഘട്ടത്തിലായിരുന്നു കേട്ടോ. 51 തുടങ്ങി 56 വരെയായിരുന്നു. ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് വ്യാവസായിക വികസനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. 56 തുടങ്ങി 61 അവസാനിച്ചു. 56 തുടങ്ങി 61 അവസാനിച്ചു. മൂന്നാം പഞ്ചവത്സര പദ്ധതി 61 തുടങ്ങി 66 അവസാനിച്ചു. ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയുമായിരുന്നു അതിൻ്റെ പ്രധാന ലക്ഷ്യം. നാലാം പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞാൽ 69 തുടങ്ങി, 3 വർഷം കഴിഞ്ഞിട്ടാണ്. 69 തുടങ്ങി 74 വരെയായിരുന്നു. സ്ഥിരതയോടുകൂടിയ വളർച്ചയും സ്വാശ്രയത്വമായിരുന്നു നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. 5 എന്ന് പറയുന്നത് 74 മുതൽ 79 വരെയായിരുന്നു. അതിൻ്റെതാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ആറാം പഞ്ചവത്സര പദ്ധതി 80 മുതൽ 85 വരെ കാർഷിക വ്യാവസായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തലായിരുന്നു അതിൻ്റെ ലക്ഷ്യം. ഏഴാം പഞ്ചവത്സര പദ്ധതി 85 മുതൽ 90 വരെയായിരുന്നു. ആധുനികവൽക്കരണവും തൊഴിലവസരങ്ങളുടെ വർധനവുമായിരുന്നു അതിൻ്റെ ലക്ഷ്യം. 8 എന്ന് പറയുന്നത് 92 മുതൽ 97 വരെയായിരുന്നു. മാനവശേഷി വികസനമായിരുന്നു അതിൻ്റെ ലക്ഷ്യം. 9 എന്ന് പറയുമ്പം 97 മുതൽ 2002 വരെ ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമായിരുന്നു. 10 എന്ന് പറയുന്നത് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. 10ൻ്റെ കാലഘട്ടം 2002 മുതൽ 2007 വരെ. അടുത്തത് 11ാമത്തേത് 2007 മുതൽ 12 വരെയാണ്. മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനമായിരുന്നു. 12ാം പഞ്ചവത്സര പദ്ധതി 2012 മുതൽ 17 വരെ, അതാണ് സുസ്ഥിര വികസനം. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ നോക്കാം. 2020 സാമ്പത്തികത്തിന് നോബൽ സമ്മാനം കിട്ടിയത് അവരുടെ ഏത് സംഭാവനയ്ക്കാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? ലേല സിദ്ധാന്തത്തിൻ്റെ പുനർനിർമ്മിതിക്കും പുതിയ ലേല ഫോർമാറ്റിൻ്റെ കണ്ടുപിടുത്തത്തിനുമാണ് 2020 നോബൽ സമ്മാനം ഇവർക്ക് ലഭിച്ചത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തെരഞ്ഞെടുപ്പ് ഫോട്ടോ തിരിച്ചറിയൽ കാർഡിൻ്റെ പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് പതിപ്പ് ഏതാണ്? ക്വസ്റ്റ്യൻ കണ്ടോ? ഫോട്ടോ തിരിച്ചറിയൽ കാർഡിൻ്റെ പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റിന് പറയുന്ന പേര് എന്താണ്? ഏതാണ്?
ഓപ്ഷൻ സി ഇപിക് എന്ന് വെച്ചാൽ ഇലക്ട്രൽ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ്. ഇലക്ട്രോണിക്കിൻ്റെ ഈ ചെറുത് ഇലക്ട്രൽ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ്. ഇലക്ട്രൽ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിനും എൻക്യാഷ് ചെയ്യുന്നതിനും അംഗീകാരമുള്ള ഇന്ത്യയുടെ ബാങ്ക് ഏതാണ്? ആദ്യം നമ്മൾ വിചാരിക്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്ന്. പക്ഷേ അതിൻ്റെ ആൻസർ അതല്ല. ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ആൻസർ കേട്ടോ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അധികാരങ്ങളുടെ വിഭജനം എന്ന പദം സൂചിപ്പിക്കുന്നത്. അധികാരങ്ങളുടെ വിഭജനം എന്ന് വെച്ചാൽ ഒരു വ്യക്തി ഗവൺമെൻറ്റിൻ്റെ ഒന്നിലധികം കാര്യങ്ങളുടെ ഭാഗമാവരുത്. ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗം മറ്റു ഭാഗങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയോ നിയന്ത്രിക്കുകയോ ചെയ്യരുത്. ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തിൻ്റെ പ്രവർത്തന വ്യവഹാരം ചെയ്യരുത്. ഏതാണ്? എല്ലാമാണ് കേട്ടോ. മുകളിൽ പറഞ്ഞവ എല്ലാമാണ് അധികാരങ്ങളുടെ വിഭജനം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നു. എവിടെയാണ് പറയുന്നത്? ഇന്ത്യയിലെ ജനങ്ങളാണ് പരമാധികാരം എന്ന് പറയുന്നത് ആമുഖത്തിലാണ് പറയുന്നത് അല്ലേ? ആമുഖമാണേ, മാർക്ക് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ്. ആമുഖം ഓപ്ഷൻ സി. നെക്സ്റ്റ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷ അല്ലാത്തത്? ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷ അല്ലാത്തത്. ഇന്ത്യയിൽ എത്ര ക്ലാസിക്കൽ ഭാഷ ഉണ്ട്? ഇപ്പോഴാണെങ്കിൽ 11 ഉണ്ട്. ഈ പരീക്ഷ നടക്കുന്ന സമയത്തൊക്കെ 6 ക്ലാസിക്കൽ ഭാഷയുള്ളായിരുന്നു. അപ്പോൾ അത് ഏതൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ തമിഴ്, സംസ്കൃതം, കന്നഡ, തെലുങ്ക്, മലയാളം, ഒഡിയ. അപ്പോൾ അതല്ലാത്ത ഏതാ ഉള്ളത്? ഹിന്ദിയാണുള്ളത്. ഇനിയിപ്പം ആദ്യം ക്ലാസിക്കൽ പദവി ലഭിച്ച ഭാഷ ഏതാ? തമിഴ് കേട്ടോ. തമിഴിന് ക്ലാസിക്കൽ പദവി ലഭിച്ചത് 2004 തമിഴിന് ലഭിച്ചത്. തമിഴ് കഴിഞ്ഞിട്ട് പിന്നെ ലഭിച്ച സെക്കൻഡ് കിട്ടിയത് ആർക്കാണ്? സംസ്കൃതം 2005. അതിനുശേഷം 2008 2 ഭാഷകൾക്ക് കിട്ടി. ഏതൊക്കെയാ? കന്നഡയ്ക്കും തെലുങ്കിനും. 2008 കിട്ടിയത് കന്നഡയ്ക്കും തെലുങ്കിനും. ഈ മലയാളത്തിന് ലഭിച്ച എന്നാന്ന് ചോദിച്ചാൽ 2013 മെയ് 23. അന്നത്തെ പരീക്ഷകൾക്കൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആയത് കേട്ടോ. 2013 മെയ് 13 മലയാളത്തിന് എന്ത് ലഭിച്ചത്? ക്ലാസിക്കൽ പദവി ലഭിച്ചത്. ഏറ്റവും അവസാനമായിട്ട് ഇപ്പോഴല്ല, ഈ പരീക്ഷ നടക്കുന്ന സമയത്ത് ഏറ്റവും അവസാനമായിട്ട് ലഭിച്ചത് ഒഡിയയ്ക്കായിരുന്നു. ഒഡിയയ്ക്ക് ലഭിച്ചത് 2014. ഇപ്പം 5 ഭാഷകൾ കൂടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 11 ക്ലാസിക്കൽ ഭാഷകളാണ് ഇന്ത്യയിലുള്ളത്. ഓക്കെ. നെക്സ്റ്റ്. താഴെ പറയുന്ന ഏത് സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ മേലാണ് ഗുവാഹത്തി ഹൈക്കോടതിക്ക് അധികാരമുള്ളത്? ഏത് സ്റ്റേറ്റിൻ്റെ ഹൈക്കോർട്ടാണ് ഗുവാഹത്തി എന്നാണ് ചോദിച്ചേക്കുന്നത്. ആസാമാണോ, നാഗാലാൻഡാണോ, അരുണാചൽ പ്രദേശാണോ, മിസോറാമാണോ? എല്ലാത്തിൻ്റെ കേട്ടോ. മുകളിൽ പറഞ്ഞ എല്ലാത്തിൻ്റെയും ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ ഗുവാഹത്തിയാണ്. ഗുവാഹത്തി എന്ന് പറയുന്നത് ഏതിൻ്റെയൊക്കെയാണെന്ന് ചോദിച്ചാൽ അസാമിൻ്റെ, നാഗാലാൻഡിൻ്റെ, അരുണാചൽ പ്രദേശിൻ്റെ, മിസോറാമിൻ്റെ, എല്ലാത്തിൻ്റെയും ഹൈക്കോർട്ട് ഏതാണ്? ഗുവാഹത്തി. ഓക്കെ. 4 സംസ്ഥാനങ്ങളുടെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് തെറ്റായവ കണ്ടുപിടിക്കുക. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അപ്പർ ചേംബർ ഒരു സ്ഥിരം സഭയാണ്. ശരിയാണോ? ശരിയാണ്. രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ശരിയാണോ? തെറ്റാ അല്ലേ? നെക്സ്റ്റ്. അതിൻ്റെ ചെയർമാൻ അതിൻ്റെ അംഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നു. അത് ശരിയാണോ? രാജ്യസഭയുടെ ചെയർമാൻ ആരാ? ഉപരാഷ്ട്രപതി അല്ലേ?
അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1 മാത്രമേ ശരിയായിട്ടുള്ളൂ, 2ഉം 3ഉം തെറ്റാ. 2ഉം 3ഉം തെറ്റായിട്ടുള്ള ഓപ്ഷൻ ഏതാ? 2ഉം 3ഉം തെറ്റ്, ഓപ്ഷൻ സി. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മൗലിക അവകാശങ്ങൾ എന്നാൽ ന്യായീകരിക്കാവുന്നവ, സമ്പൂർണമായവ, നെഗറ്റീവോ പോസിറ്റീവോ ആകാം, ഭേദഗതി വരുത്താവുന്നവ. മൗലിക അവകാശങ്ങൾ എന്താണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്ഷൻ നോക്കാം. എല്ലാം ശരിയാണ്, 2 മാത്രം തെറ്റാണ്, 2ഉം 4ഉം തെറ്റാണ്, 1 മാത്രം ശരിയാണ്. ഏതാണ്? 2 മാത്രം തെറ്റാണ്, അതാണ് ആൻസർ കേട്ടോ. ബാക്കിയെല്ലാം ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. നെക്സ്റ്റ്, ലോക്പാലിൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആരാണ്? ലോക്പാൽ ആരാണ്? ഇന്ത്യയുടെ ആദ്യ ലോക്പാൽ ആരായിരുന്നു? ജസ്റ്റിസ് പിനാകി ചന്ദ്രഘോഷ്. ഓക്കെ, ഓപ്ഷൻ എ ജസ്റ്റിസ് പിനാകി ചന്ദ്രഘോഷായിരുന്നു ഇന്ത്യയിലെ ആദ്യ ലോക്പാൽ. ഓക്കെ, ലോക്പാൽ ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് എന്നായിരുന്നു? 2013 ഡിസംബർ 17 ലോക്പാൽ രാജ്യസഭ പാസ്സാക്കിയത്. ലോക്സഭ പാസ്സാക്കിയത് എന്നായിരുന്നു? ഡിസംബർ 18. ഓക്കെ, രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2014 ജനുവരി 1 കേട്ടോ. 2014 ജനുവരി 1 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത്. ഇനി അതുമായിട്ട് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. ലോക്പാൽ നിയമം വരാൻ വേണ്ടിയിട്ട് നിരാഹാരം അനുഷ്ഠിച്ചൊരു വ്യക്തിയുണ്ട്. ആരാ അദ്ദേഹം? അണ്ണാ ഹസാരെ കേട്ടോ. അണ്ണാ ഹസാരെ ആയിരുന്നു ലോക്പാലിന് വേണ്ടിയിട്ട് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 9A ചേർത്തത് താഴെ പറയുന്നവയിൽ ഏത് വഴിയായിട്ടാണ് പാർട്ട് 9A ചേർത്തതെന്ന്? ഏത് വഴിയാണ് പാർട്ട് 9A ചേർത്തത്? 74 ഭരണഘടനാ ഭേദഗതി പ്രകാരം കേട്ടോ. 74 ഭരണഘടനാ ഭേദഗതി പ്രകാരം. ഇത് നിലവിൽ വന്നതെന്ന് പറഞ്ഞാൽ 1992 വന്നത്. അന്നത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് PV നരസിംഹറാവു ആയിരുന്നു. നഗരപാലിക എന്നാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ. മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നഗരപാലിക ആണ്. ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ 243P മുതൽ 243ZG വരെയുള്ള ആർട്ടിക്കിൾസാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏത് അല്ലെങ്കിൽ ഏവയാണ് പോസ്കോയെക്കുറിച്ച് ശരിയായിട്ടുള്ളത്? ലൈംഗിക പീഡന കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക നിയമം. ശരിയാണേ. പോസ്കോയ്ക്ക് ലിംഗഭേദമില്ല, അതും ശരിയാണ്. കേസുകളുടെ ഇൻ ക്യാമറ ട്രയൽ, അതും ശരിയാണ് കേട്ടോ. എല്ലാം ശരിയാണ്, മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി ഈ നിയമത്തിൽ ആനുകൂല്യം ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ, സംരക്ഷണം ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ എത്ര വയസ്സ് താഴെയുള്ളവർക്കാണെന്ന് വെച്ചാൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് നിയമ സംരക്ഷണം ഈ നിയമം മൂലം കേട്ടോ. നെക്സ്റ്റ് നോക്കാം. സോളമൻ്റെ തേനീച്ചകൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ എഴുതിയത് ആരാണ്? ആരുടെയാണ് ഈ കൃതി? ജസ്റ്റിസ് KT തോമസിൻ്റെയാണ്. ജസ്റ്റിസ് KT തോമസിൻ്റെയാണ് സോളമൻ്റെ തേനീച്ചകൾ. അടുത്തത്, ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് മണ്ണിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഹാൻഡ് ബ്ലോക്ക് അച്ചടിയായ ഡാബു പ്രിൻറ്റിംഗ് കാണാൻ സാധിക്കുന്നത്? ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഡാബു പ്രിൻറ്റിംഗ് കാണാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ ആൻസർ രാജസ്ഥാനാണ്. അടുത്തത്, യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മാനവിക പൈതൃകം വിളിച്ചോതുന്ന കേരളത്തിലെ രണ്ടാമത്തെ കലാരൂപം ഏത്? കേരളത്തിലെ രണ്ടാമത്തെ കലാരൂപം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? മുടിയേറ്റ കേട്ടോ. കേരളത്തിൽ നിന്നാണ് യുനെസ്കോയുടെ പട്ടികയിൽ ഇടം നേടിയ ആദ്യത്തെ കലാരൂപം ഏതാണെന്ന് ചോദിച്ചാൽ കൂടിയാട്ടമായിരുന്നു. കൂടിയാട്ടം എന്നാണ് യുനെസ്കോയുടെ പട്ടികയിൽ ഇടം പിടിച്ചത്? 2001. ഓക്കെ, മുടിയേറ്റം എന്ന് പറഞ്ഞാൽ ഭദ്രകാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ കാര്യമാണ് ഈ മുടിയേറ്റിനകത്ത് അവതരിപ്പിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ്,
താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശങ്ങളിൽ പെടാത്തത്? രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നങ്ങൾ അനുവദിക്കാനുള്ള അവകാശം, വോട്ടെടുപ്പ് ചിലവുകൾക്ക് പരിധി നിശ്ചയിക്കാനുള്ള അവകാശം, തിരഞ്ഞെടുപ്പിൻ്റെ ഷെഡ്യൂൾ തീരുമാനിക്കാനുള്ള അവകാശം, തിരഞ്ഞെടുപ്പിൽ എത്ര പാർട്ടികൾക്ക് മത്സരിക്കാൻ കഴിയും എന്ന് തീരുമാനിക്കാനുള്ള അവകാശം. ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്ന് നോക്കിയേ. പാർട്ടികൾക്ക് ചിഹ്നം അനുവദിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. ചെലവുകൾക്ക് പരിധി നിശ്ചയിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ഷെഡ്യൂൾ തീരുമാനിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ ഏതാണ് തെറ്റായിട്ടുള്ളത്? എത്ര പാർട്ടികൾക്ക് മത്സരിക്കാൻ കഴിയുമെന്നുള്ള തീരുമാനം എടുക്കാൻ അത് തെറ്റാണ് കേട്ടോ. നെക്സ്റ്റ്, 2021 ദേശീയ സംയോജനത്തെക്കുറിച്ചുള്ള മികച്ച ചലച്ചിത്രത്തിനുള്ള അവാർഡ് നേടിയ ചിത്രം ഏതാണ്? താജ്മഹൽ. അന്നത്തെ കറണ്ട് അഫയേഴ്സ് ആയതൊക്കെ. നെക്സ്റ്റ്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ കോവാക്സിനെ സംബന്ധിച്ച് ശരിയായത് അല്ലെങ്കിൽ ശരിയായവ ഏത്? കോവാക്സിൻ COVID-19 നിർമ്മിച്ച ഇന്ത്യയുടെ തദ്ദേശീയ വാക്സിൻ ആണ്. ശരിയാണല്ലോ, ഇന്ത്യയാണല്ലോ കോവാക്സിൻ നിർമ്മിച്ചത് COVID-19 ഇതൊരു ഇൻട്രാനേസൽ, അതായത് മൂക്കിലൂടെ ഒഴിക്കുന്ന വാക്സിനാണ്. ശരിയാണോ? അല്ല, നമ്മൾ ഇഞ്ചക്ഷനാണ് എടുത്തിട്ടുള്ളത് അല്ലേ. പുനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ആണോ? അല്ല, അതും തെറ്റാ. അപ്പോൾ ശരിയായിട്ടുള്ളത് 1 മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ്, മാണിക ബത്ര താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാണിക ബത്ര ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ടേബിൾ ടെന്നീസായിട്ടോ, ടേബിൾ ടെന്നീസായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 3-4 പേരുടെ പേര് പറയാം. ദീപിക കുമാരിയോ? ദീപിക കുമാരി അമ്പെയ്ത്താണ് കേട്ടോ. ദീപിക കുമാരി അമ്പെയ്ത്താണ്. PV സിന്ധു ആകുമ്പോഴോ? ബാഡ്മിൻ്റൺ. PV സിന്ധു ബാഡ്മിൻ്റൺ. മനു ഭേക്കർ ഷൂട്ടിംഗ് ആണ്. മീരാഭായ് ചാനു ചോദിച്ചാലോ? വെയ്റ്റ് ലിഫ്റ്റിങ്. വിനേഷ് ഫോഗട്ടോ? വിനേഷ് ഫോഗട്ടിൻ്റെ കാര്യം ഇപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം അവർ അയോഗ്യയാക്കിയല്ലോ, വെയിറ്റ് കൂടി എന്ന് പറഞ്ഞിട്ട് അല്ലേ. വിനേഷ് ഫോഗട്ട് ഗുസ്തി. റാണി റാംപാൽ ഹോക്കി. ഓക്കെയാണേ. അടുത്ത് നോക്കാം. അടുത്ത 39 അസുര കീഴടക്കിയവരുടെ കഥ. ഇത് ആരെഴുതിയതെന്ന്? അസുര കീഴടക്കിയവരുടെ കഥ ആരെഴുതിയാന്ന് ചോദിച്ചാൽ ആനന്ദ് നീലകണ്ഠനാണ് കേട്ടോ. ആനന്ദ് നീലകണ്ഠൻ്റെ ആണ് അസുര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആരാണ് വാലാ സമുദായ പരിഷ്കരണി സഭ ആരംഭിച്ചത്? വാലാ സമുദായ പരിഷ്കരണി സഭ ആരംഭിച്ചത് ആരാ? അതെല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കുമല്ലോ. പണ്ഡിറ്റ് KP കറുപ്പ്. നെക്സ്റ്റ്, ഇനി അടുത്ത കമ്പ്യൂട്ടർ. ആക്സസ് സമയം എന്തിനെ സൂചിപ്പിക്കുന്നു? ആക്സസ് ടൈം എന്ന് പറയുന്നത്, ആക്സസ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതിനെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സമയം കേട്ടോ. സംഭരിച്ച ഡേറ്റ കണ്ടെത്തുന്നതിനും വീണ്ടെടുക്കുന്നതിനും വേണ്ട സമയമാണ് ആക്സസ് ടൈം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് മുൻകൂർ ചെയ്യാത്ത ഷെഡ്യൂളിങ്ങിന് ഉദാഹരണം? കമ്പ്യൂട്ടറിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പം ഇംഗ്ലീഷും കൂടി ഒന്ന് നോക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. നോൺ പ്രിമിറ്റീവ് ഷെഡ്യൂളിങ്ങും പ്രിമിറ്റീവ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞിട്ട് സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇംഗ്ലീഷ് കൂടി ഒന്ന് നോക്കുന്നതായിരിക്കും നല്ലത്. കമ്പ്യൂട്ടർ ടൈംസ് ഒക്കെ മലയാളത്തിലേക്ക് വരുമ്പം അതിൻ്റെ അർത്ഥം മാറാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പ്രിമിറ്റീവ് ഷെഡ്യൂളിങ്, നോൺ പ്രിമിറ്റീവ് ഷെഡ്യൂളിംഗ് ഒക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് വരുന്ന സംഭവമാണ്. അപ്പം മുൻകൂർ ചെയ്യാന്ന് വെച്ചാൽ ഷെഡ്യൂൾ ചെയ്യണം. അപ്പം ആദ്യം വരുന്നവർക്ക് ആദ്യം സേവനം നൽകുക, ഇതാണ് നോൺ പ്രിമിറ്റീവ് ഷെഡ്യൂളിന് ഉദാഹരണം കേട്ടോ. ബാക്കി റൗണ്ട് റോബിനും ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടും ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇംഗ്ലീഷ് നോക്കുന്നതായിരിക്കും നല്ലത്. നമ്മളിങ്ങനെ തന്നെയാണ് പഠിച്ചു പോകുന്നത്. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് ആണ് നോൺ പ്രിമിറ്റീവ് ഷെഡ്യൂളിങ്. ബാക്കി റൗണ്ട് റോബിനും ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റും ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടും ഒക്കെ ഏതാണ്? പ്രിമിറ്റീവ് ഷെഡ്യൂളിങ് കേട്ടോ.
ഓക്കെ. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷനകത്ത് വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്ന ജോലികളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഉപകരണങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാത്തതും ഒരു ഹബ്ബ് ഒരു കേന്ദ്ര കൺട്രോളായി പ്രവർത്തിക്കുന്നതുമായ നെറ്റ്വർക്ക് ടോപ്പോളജി ഏതാണ്? സ്റ്റാർ ടോപ്പോളജി. സ്റ്റാർ ടോപ്പോളജിയിൽ എങ്ങനെയാണ് സിസ്റ്റം കണക്ട് ചെയ്തിരിക്കുന്നത്? ഇവിടെ ഒരു സെൻട്രൽ സ്വിച്ചോ എന്തെങ്കിലും ഒരു സംഭവം കാണും, അതിന് ചുറ്റിലുമായിരിക്കും ഡിവൈസ്, ഹബ്ബ്, അങ്ങനെ ഓരോ കണക്റ്റിംഗ് ഡിവൈസ് സെൻട്രൽ കാണും, അതിന് ചുറ്റിലുമായിരിക്കും ഇങ്ങനെ മറ്റ് ഡിവൈസുകൾ കണക്ട് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് ഏതാണ്? സ്റ്റാർ ടോപ്പോളജി. ഓക്കെ. റിങ് എന്ന് പറയുമ്പം എല്ലാ സിസ്റ്റവും തമ്മിൽ ഇങ്ങനെ ഒരു റൗണ്ട് സർക്യൂട്ടിനകത്ത് സർക്കുലർ ഷേപ്പിൽ എങ്ങനെയല്ലേ എല്ലാ തമ്മിൽ ക്ലോസ്ഡ് സർക്യൂട്ടായിരിക്കും റിങ് വരുന്നത്. ട്രീ എന്ന് വരുമ്പോൾ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ആയിരിക്കും. മെഷ് വരുമ്പം എല്ലാ ഡിവൈസും തമ്മിൽ, എത്ര ഡിവൈസ് ഉണ്ടോ ആ ഡിവൈസുകളെല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷനും ഉണ്ടായിരിക്കും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റോമൻ നമ്പർ സിസ്റ്റം എന്നത്, റോമൻ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സ്ഥാനപരമായ നമ്പർ സിസ്റ്റമാണ്. സ്ഥാനപരമല്ലാത്തത് കേട്ടോ. സാധാരണ നമ്മൾ ഏത് നമ്പർ സിസ്റ്റം എഴുതിയാലും 1s 10s 100s അങ്ങനെ പൊസിഷനല്ല പറയുന്നത്. പക്ഷെ റോമൻ നമ്പർ സിസ്റ്റം അങ്ങനെയാണോ? അല്ലല്ലോ. സ്ഥാനപരമല്ലാത്ത നമ്പർ സിസ്റ്റം. അപ്പോൾ നമ്മൾ ബൈനറി പറയുവാണെങ്കിൽ 2ൻ്റെ ബേസിൽ, ഡെസിമൽ പറയുകയാണെങ്കിൽ 10, ഒക്ടൽ 8, ഹെക്സാ ഡെസിമൽ 16. ഇതാണ് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റം. പക്ഷേ റോമൻ നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റമാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്ലോ ചാർട്ട് ഒരു തരം ഡാഷാണ്. ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു ദ്വിമാന ഗ്രാഫിക്കാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് കേട്ടോ. ദ്വിമാന ഗ്രാഫിക്കാണ് ഫ്ലോ ചാർട്ട്. നെക്സ്റ്റ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രൂപീകരിച്ച വർഷം എന്നാണ്? ഇന്ത്യൻ ബഹിരാകാശ സംഘടന രൂപീകരിച്ചത് 1969. ഓപ്ഷൻ സി. ISRO. ഇനി അടുത്ത ലോക ജലദിനം എന്നാണ്. ലോക ജലദിനം എന്ന് പറയുന്നത് എന്നാ? അതെല്ലാം അറിയാവുന്നവരായിരിക്കും അല്ലേ? മാർച്ച് 22. ഇനി മാർച്ചിൽ വരുന്ന പ്രധാന ചില ദിനങ്ങൾ എന്ന് പറയുന്നത് മാർച്ച് 21 ലോക വനദിനം. 21 മുതൽ തുടങ്ങുക നമ്മൾ. വനദിനം 21 വനദിനം, 22 ജലദിനം, 23 കാലാവസ്ഥാ ദിനം, 24 ക്ഷയരോഗ ദിനം, 27 നാടക ദിനം. ഇതൊക്കെയാണ് മാർച്ചിലെ പ്രധാനപ്പെട്ട, നമ്മളൊരു കോഡ് പോലെ പഠിക്കുമല്ലോ. കോഡൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം ഏതൊക്കെ? മാർച്ച് 22 ജലദിനം. നെക്സ്റ്റ്. 2008 IT ആക്ട് 66A വകുപ്പ് ഡാഷുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അവിടെ എന്താണ്? ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആണ്. 66A എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആക്ഷേപകരമായ സന്ദേശങ്ങൾ അയക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് 66A എന്ന് പറയുന്നത്. ഇനി IT ആക്ടിലെ പ്രധാന ഹാക്കിംഗ് എന്ന് പറയുന്നത് സെഷൻ 66 കേട്ടോ. 66 എന്തുമായിട്ട് ബന്ധപ്പെട്ടെന്ന് ചോദിച്ചാൽ ഹാക്കിംഗ് ആണ്. അതുപോലെ ആൾമാറാട്ടം നടത്തുന്നത് 66D ആണ്. 66D ആണ് ആൾമാറാട്ടം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടത് തെറ്റായ ഡിജിറ്റൽ സിഗ്നേച്ചർ നിർമ്മിക്കുന്നതൊക്കെ ആണെങ്കിൽ സെഷൻ 73 ആണ് കേട്ടോ. 73. തെറ്റായ ഡിജിറ്റൽ സിഗ്നേച്ചറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അടുത്ത സീറോളജി ടെസ്റ്റ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? സീറോളജി ടെസ്റ്റ് എന്ന് ചോദിച്ചാൽ COVID-19 ആൻറ്റിബോഡി പരിശോധനയാണ് സീറോളജി ടെസ്റ്റ് എന്ന് പറയുന്നത്. COVID-19 ആൻറ്റിബോഡി ടെസ്റ്റാണ് ഏത്? സീറോളജി എന്ന് പറയുന്നത്. ഇനി അതുപോലെ പിന്നെ പറയാം. അതുപോലെ തന്നെ വേറെ എന്തുവായിരുന്നു? വേറൊരു ടെസ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഓർത്തായിരുന്നു കേട്ടോ. മാൻഡോ ടെസ്റ്റ് ക്ഷയരോഗത്തിൻ്റെയാണ് മാൻഡോക് ടെസ്റ്റ് എന്ന് പറയുന്നത്. മാൻഡോക്സ് ടെസ്റ്റ് എന്ന് പറയുന്നത് ക്ഷയരോഗം. നെക്സ്റ്റ്. ലൂയി പാസ്റ്റർ ആദ്യം
വാക്സിൻ കണ്ടുപിടിച്ചത് ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ലൂയി പാസ്റ്ററുടെ ആദ്യത്തെ വാക്സിൻ ഏത് രോഗത്തിന് വേണ്ടിയിട്ടാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ കോളറയ്ക്കാണ്. പക്ഷേ PSC അത് 1879 തോന്നുന്നു കേട്ടോ. 1879 ആദ്യം കണ്ടുപിടിച്ചത് കോളറയ്ക്കാണ്. പിന്നീട് കണ്ടുപിടിച്ചത് ആന്ത്രാക്സിനാണെന്ന് തോന്നുന്നു. ആന്ത്രാക്സിന് ഏറ്റവും അവസാനമാണ് റാബിസ് വാക്സിൻ കണ്ടുപിടിച്ചത് കേട്ടോ. റാബിസ് വാക്സിൻ ആദ്യം കണ്ടുപിടിച്ചത് കോളറയ്ക്ക. പക്ഷേ PSCയുടെ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം മുകളിൽ കൊടുത്തിരിക്കുന്നവയ്ക്കെല്ലാം എന്നാണ് ക്വസ്റ്റ്യൻ. എനിക്ക് ഒന്നുകിൽ അവർ ലൂയി പാസ്റ്റർ വാക്സിൻ കണ്ടുപിടിച്ചത് ഏത് രോഗത്തിൽ നിന്നായിരിക്കും ആദ്യം എന്നുള്ളത് കാണില്ല, അങ്ങനെ ആയിരിക്കും. ആൻസർ കീ വന്നപ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്നവയ്ക്കെല്ലാം എന്നാണ്. ഇതെല്ലാം കണ്ടുപിടിച്ചത് ലൂയി പാസ്റ്റർ തന്നെയാണ്. ഓക്കെ, ഒത്തിരി ലെങ്തായിപ്പോയി അല്ലേ. അപ്പം ഇനി 51 മുതൽ മാത്സ് ആണ്. 20 മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി വരുന്നുണ്ട്. അതിനുശേഷം ഇംഗ്ലീഷ് വരുന്നുണ്ട്. 20 ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് മലയാളമുണ്ട്. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നോക്കാം. ഒത്തിരി ലെങ്തായിപ്പോയില്ലേ, ബോറായോ? ക്വസ്റ്റ്യൻ നല്ല ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരുവിധം ആദ്യത്തെ പ്രിലിമിനറി തന്നെയാണ്. ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ തന്നെ ടഫായിരുന്നു എന്ന് പറയാം. എങ്കിലും കട്ട് ഓഫ് വന്നത് ഏകദേശം 45 മേലൊക്കെ ഇതിന് കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ നോക്കാം. താങ്ക് യു.